തിരുവനന്തപുരം നഗരത്തിലെ ഒരു ചെറിയ പുസ്തകക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു രാഹുൽ. പുസ്തകങ്ങൾക്കിടയിൽ കഴിയുന്ന ജീവിതം അവന് വളരെ ഇഷ്ടമായിരുന്നു. ഓരോ ദിവസവും പല ആളുകൾ അവിടെ എത്തി പുസ്തകങ്ങൾ വാങ്ങിപ്പോകും. പക്ഷേ ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ ഒരാൾ വന്നപ്പോൾ എല്ലാം മാറി. ഒരു സായാഹ്നം കടയിൽ ഒരു പെൺകുട്ടി പ്രവേശിച്ചു. അവളുടെ പേര് അനന്യ. അവൾ പുസ്തകങ്ങൾ നോക്കി നടക്കുകയായിരുന്നു. ഒരു പുസ്തകമെടുത്ത് രാഹുലിനോട് ചോദിച്ചു, "ഈ പുസ്തകം നല്ലതാണോ?" രാഹുൽ ചിരിച്ചു പറഞ്ഞു, "നല്ലതാണ്. പക്ഷേ ഈ കഥയേക്കാൾ മനോഹരമായ കഥകൾ ജീവിതം തന്നെയാണ് എഴുതുന്നത്." അനന്യ അല്പം ചിരിച്ചു. ആ ചിരി രാഹുലിന്റെ മനസ്സിൽ പതിഞ്ഞു. അതിനുശേഷം അവൾ പലപ്പോഴും കടയിൽ വരാൻ തുടങ്ങി. പുസ്തകങ്ങൾ വാങ്ങുകയും കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്തു. അവരുടെ സൗഹൃദം പതുക്കെ വളർന്നു. ഒരു ദിവസം മഴ പെയ്യുന്ന ഒരു വൈകുന്നേരം രാഹുൽ കടയുടെ പുറത്തു നിന്നു. രാഹുൽ ചോദിച്ചു, "മഴ നിൽക്കുന്നതുവരെ ഇവിടെ കാത്തിരിക്കുമോ?" അനന്യ പറഞ്ഞു, "ചിലപ്പോൾ മഴ നിൽക്കാൻ കാത്തിരിക്കേണ്ട, മഴയെ ആസ്വദിച്ചാൽ മതി." അവർ രണ്ടുപേരും മഴയിൽ നടക്കാൻ തുടങ്ങി. ആ ദിവസം രാഹുൽ മനസ്സിലാക്കി, അവൻ അവളെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷേ അവനത് പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അനന്യ കടയിൽ വന്നു. അവളുടെ കണ്ണുകളിൽ ചെറിയ വിഷമമുണ്ടായിരുന്നു. "രാഹുൽ, ഞാൻ നാളെ മറ്റൊരു നഗരത്തിലേക്ക് പോകുകയാണ്. പുതിയ ജോലി കിട്ടി." ആ വാക്കുകൾ കേട്ടപ്പോൾ രാഹുലിന്റെ ഹൃദയമൊന്ന് നിശ്ചലമായി. പറയാൻ പല വാക്കുകളുണ്ടായിരുന്നെങ്കിലും അവന്റെ ചുണ്ടുകൾ നിശബ്ദമായി. അനന്യ പോകുമ്പോൾ ഒരു ചെറിയ കുറിപ്പ് അവൾ രാഹുലിനു കൊടുത്തു. രാഹുൽ അത് തുറന്നു വായിച്ചു. അതിലെഴുതിയിരുന്നത്, "ചില പ്രണയങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഹൃദയങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കും." വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഓരോ മഴവെള്ളവും ഓരോ പുസ്തകത്തിന്റെ മണവും രാഹുലിനെ അനന്യയെ ഓർമ്മിപ്പിച്ചു. കാരണം ചില പ്രണയങ്ങൾ അവസാനിക്കുന്നില്ല, അത് ഓർമ്മകളിൽ എന്നും ജീവിക്കും. അവൾ വിട്ടുപോയ കത്ത്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു ചെറിയ കഫേ. ഓരോ ദിവസവും വൈകുന്നേരം 6 മണിക്ക് അവിടെ ഒരാളെത്തും. അവനൊരു കോഫി ഓർഡർ ചെയ്യും. പിന്നെ മണിക്കൂറുകളോളം അവിടെയിരിക്കും. ആ യുവാവിന്റെ പേര് രാഹുൽ. കഫേയിലെ ജീവനക്കാർക്കും പോലും അവൻ ആരെക്കായാണ് കാത്തിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ രാഹുലിന് മാത്രമറിയാം, അവൻ മീരയെ കാത്തിരിക്കുകയാണ്. മീര അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. അവർ രണ്ടുപേരും ഒരേ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. ആദ്യ ദിവസം മീര ഓഫീസിലെത്തിയപ്പോൾ രാഹുൽ അവളെ കണ്ടു. അവളുടെ മുഖത്തെപ്പോഴും ഒരു സ്നേഹമുള്ള ചിരിയുണ്ടായിരുന്നു. അവൾ എല്ലാവരോടും വളരെ സൗഹൃദപരമായിരുന്നു. പക്ഷെ എന്തോ കാരണത്താൽ അവൾക്ക് രാഹുലിനോട് സംസാരിക്കാൻ പ്രത്യേക താൽപര്യമുണ്ടായിരുന്നു. അവരുടെ സൗഹൃദം വളരെ വേഗത്തിൽ വളർന്നു. ഓഫീസിൽ ലഞ്ച് ഒരുമിച്ച് കഴിക്കുക, വൈകുന്നേരം ചായ കുടിക്കുക, ചെറിയ ചെറിയ യാത്രകൾ പോകുക. അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. പക്ഷെ രാഹുൽ ഒരിക്കലും തന്റെ പ്രണയം മീരയോട് തുറന്നു പറഞ്ഞില്ല. കാരണം അവൻ പേടിച്ചു. ഒരു ദിവസം മീര അപ്രതീക്ഷിതമായി ഓഫീസിൽ വരാതായി. രാഹുൽ അവളെ പലതവണ വിളിച്ചു, പക്ഷെ ഫോൺ ഓഫായിരുന്നു. അടുത്ത ദിവസം ഓഫീസിലെത്തിയപ്പോൾ ഒരു വാർത്ത അവനെ ഞെട്ടിച്ചു. മീര ജോലി രാജിവെച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയിരുന്നു. രാഹുൽ വിശ്വസിക്കാൻ പോലും കഴിയാതെ നിന്നു. അവൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് വിട പറഞ്ഞില്ല? അവൻ വളരെ ദിവസങ്ങൾ വിഷമത്തിലായിരുന്നു. ഒരു ദിവസം ഓഫീസിലെ ഒരു പഴയ ഫയലിനുള്ളിൽ നിന്ന് ഒരു കത്ത് കിട്ടി. അത് മീര എഴുതിയതായിരുന്നു. കത്ത് വായിക്കുമ്പോൾ രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു. കത്തിലെഴുതിയിരുന്നത്, "രാഹുൽ, നിനക്കറിയില്ലെങ്കിലും ഞാൻ നിന്നെ വളരെ സ്നേഹിക്കുന്നു. പക്ഷേ എന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് അപ്രതീക്ഷിതമായി നഗരമൊഴിഞ്ഞു പോകേണ്ടി വന്നു. നിനക്ക് നേരിട്ട് പറയാൻ ധൈര്യമില്ലായിരുന്നു. പക്ഷെ ഒരിക്കലെങ്കിലും നീ ഈ കത്ത് വായിച്ചാൽ ഒരു കാര്യം മാത്രം ഓർക്കൂ. നീ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മയാണ്." രാഹുൽ കത്ത് മടക്കി പിടിച്ചു. അവന്റെ മനസ്സിൽ ഒരു വലിയ ശൂന്യതയുണ്ടായി. അതുകൊണ്ടാണ് അവൻ ഇന്നും ആ കഫേയിൽ വരുന്നത്. കാരണം ഒരിക്കൽ മീര പറഞ്ഞിരുന്നു, "ഈ കഫേ എനിക്ക് വളരെ ഇഷ്ടമാണ്." അതിനാൽ രാഹുൽ ഇന്നും കാത്തിരിക്കുന്നു. ഒരിക്കൽ ഒരു ദിവസം ആ കഫേയുടെ വാതിൽ തുറന്ന് മീര അകത്ത് കടന്നുവരും എന്ന പ്രതീക്ഷയിൽ.